മെയ് 31 മൺസൂൺ എത്തിച്ചേരും എന്ന് നേരത്തെ നമുക്ക് വിവരം ലഭ്യമായതിനെ തുടർന്ന്, അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രവചനമുണ്ടായതിനെ തുടർന്ന് നേരത്തെ മെയ് 9 മുതൽ ആരംഭിച്ച വേനൽ മഴയുടെ കാലത്ത് തന്നെ തുടങ്ങിവെച്ച നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം വിളിച്ച് താഴത്ത് ഇപ്പോ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളെല്ലാം വിളിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുന്നുണ്ട്. 23-ാം തീയതി അറബിക്കടലിനകത്ത് രൂപം കൊണ്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്നത് തിരിച്ചുപോയതോടെ വലിയ തരത്തിലുള്ള ആഘാതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ സാമാന്യം നല്ല മഴയാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല മഴ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മധ്യ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ. തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നല്ലതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യ കേരളത്തിലാണ്. പെയ്ത 1.5 മണിക്കൂറിനിടയിൽ ഒരുപക്ഷെ സമീപ ചരിത്രത്തിൽ ഒന്നുമില്ലാത്തതുപോലെ 1.5 മണിക്കൂറിനിടയിൽ 95 mm മഴയാണ് പള്ളുരുത്തി റെക്കോർഡ് ചെയ്യപ്പെട്ടത്. എറണാകുളത്തിന് സമീപം തന്നെയുള്ള കളമശ്ശേരിയിൽ 1.5 മണിക്കൂർ സമയം കൊണ്ട് പെയ്ത മഴയുടെ അളവ് 57 mm ആണ്. സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ്. സാധാരണ നിലയിൽ നമ്മൾ മൺസൂൺ 31-നാണ് വരും എന്നുള്ള കാര്യത്തിൽ പ്രവചനം ലഭ്യമായെങ്കിലും മൺസൂൺ കാറ്റുകൾ ലംബമായി വീശി തുടങ്ങി എന്നുള്ളതും അതിന്റെ ഭാഗമായി മഴമേഘങ്ങൾ അറബിക്കടലിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങി എന്നുള്ളതുമാണ് കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ മഴ അളവിന്റെ കാരണമായി കാലാവസ്ഥാ പ്രവചന കേന്ദ്രം ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നല്ല ഒരുക്കങ്ങൾ ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. ആ നിലവാരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം, നല്ലതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും കുറെ കൂടി ഗൌരവമായി ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടതുണ്ട്. വേനൽക്കാലത്ത് പെയ്ത മഴ വേനൽക്കാലത്ത് സാധാരണ നിലയിൽ കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ വളരെയേറെ കൂടുതലാണ്. സാധാരണ നിലയിൽ മെയ് മാസം 1 മുതൽ 31 വരെ വേനൽ മഴ പെയ്താലും 147 mm ആണ് കേരളം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 287 mm ഏവറേജ് കേരളത്തിലുണ്ടായി. ഏറ്റവും കൂടുതൽ മഴയുടെ അളവുണ്ടായത് തിരുവനന്തപുരത്താണ് 358 mm, ഏറ്റവും കുറവ് വയനാട്ടിലാണ്. പക്ഷെ 14 ജില്ലകളിലും നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ കിട്ടേണ്ടതായി കരുതിയിരുന്ന അളവിനേക്കാൾ കൂടുതലായിട്ടുള്ള മഴയാണ് പെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൺസൂണിന്റെ ആദ്യ ക്വാർട്ടർ ഈ നിലവാരത്തിലുള്ള വലിയ മഴയുണ്ടായാൽ ഒരു പ്രതിസന്ധിയെ സ്വാഭാവികമായിട്ടും അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് നല്ല ഒരുക്കങ്ങൾ നടത്തി അതിനെ ലഘൂകരിക്കാൻ കഴിയും വിധം എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ക്യാമ്പുകൾ തയ്യാറാക്കാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വേനൽ മഴയുടെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ പോയാലും ക്യാമ്പുകൾ തുടരാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കണക്ക് നോക്കുമ്പോൾ കേരളത്തിൽ 3593 ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ 9 ക്യാമ്പുകൾ വരെ ആളുകൾ വന്നിട്ടുള്ളൂ എങ്കിലും മൺസൂൺ കൂടി വന്നാൽ ആളുകൾക്ക് അത്തരം ഏതെങ്കിലും വിധത്തിലുള്ള അപ്രതീക്ഷിത ദുരിതങ്ങൾ ഉണ്ടായാൽ ആളുകളെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ 5,66,785 പേർ വരെ ഇപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ക്യാമ്പുകളുടെ രൂപരേഖ തയ്യാറാക്കി ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് മൺസൂണിന്റെ ആദ്യ ക്വാർട്ടർ കഴിയുന്നതുവരെ അനാവശ്യമായി ലീവ് എടുക്കുകയോ പ്രദേശം വിട്ടു പോവുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഭയപ്പാട് വേണ്ട, പക്ഷേ നല്ല ജാഗ്രതയോടെ കാര്യങ്ങളെ സമീപിക്കണം. ഒരു അഭ്യർത്ഥന സർക്കാരിന് വേണ്ടി നടത്താനുള്ളത്, സൈബർ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ നാം നല്ല പങ്കുവഹിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയാൻ കാരണം, ചില വാർത്തകൾ കാണുമ്പോൾ ചില സംഭവങ്ങൾ കാണുമ്പോൾ അറിയാതെ തന്നെ ജനങ്ങൾ അറിയട്ടെ എന്ന് കരുതി അതിനെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ബോധപൂർവം ലൈക്കും കമന്റും ഒക്കെ കിട്ടാനും ഏതെങ്കിലും വിധത്തിൽ ഒരു അപകടം ഉണ്ട് എന്നറിയാതെയും സ്വയമായി പഴയകാലത്തെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ബോധപൂർവമായും പരിശ്രമം നടത്തുന്നവരുണ്ട്. അത് വെച്ചുപൊറിപ്പിക്കാനാകില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ പ്രതിസന്ധിയെ പരിഹരിക്കേണ്ടതുണ്ട്. കേവലം സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ചുമതല എന്നതിനേക്കാൾ ഉപരിയായി ആ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി, സന്നദ്ധ പ്രവർത്തകരെയും രാഷ്ട്രീയ സംഘടനകളെയും പൊതുസമൂഹത്തെയും ആകെ വിളിച്ചുകൂട്ടി മൺസൂണിന് മുമ്പുള്ള നല്ല തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും.
യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജനപ്രതിനിധികൾക്ക് തന്നെ മന്ത്രിതലത്തിൽ യോഗങ്ങൾ നടത്തി തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ആ കാര്യത്തിൽ വേണ്ട നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അളവിൽ വല്ലാതെ കൂടുതലായിട്ടുള്ള മഴയാണ് ദീർഘമായ ഒരു കാലത്തിന് ശേഷം ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. ഓരോ സ്ഥലത്തെയും അനുഭവങ്ങൾ വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അതുകൊണ്ട് നാം ഉൾക്കൊള്ളാൻ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ മഴ ഉണ്ടായതിന്റെ അപകട പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മൺസൂൺ നേരത്തെ നിർവചിക്കപ്പെട്ടതാണ്. അതിനു മുമ്പ് ഏതെങ്കിലും വിധത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോ ഒഴുകിപ്പോകാൻ തടസ്സമുള്ളതോ ആയതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതത് ഡിപ്പാർട്ട്മെന്റുകൾ ആ കാര്യങ്ങൾ ക്രമീകരിക്കും. അല്ല, അത് ബന്ധപ്പെട്ട ആളുകളോടാണ് കൂടുതൽ മൈന്യൂട്ടായിട്ട് ആ വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിക്കേണ്ടത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം പരിശോധിച്ച ആവശ്യമായി.